ജമ്മു കാശ്മീരിലെ കുപ്വാരിയിൽ സാമൂഹ്യ പ്രവർത്തകനെ ഭീകരർ വെടിവെച്ചു കൊന്നു. സാമൂഹ്യ പ്രവർത്തകനായ ഗുലാം റസൂലാണ് കൊല്ലപ്പെട്ടത്. ബന്ദിപ്പോറയിൽ ജമീൽ അഹമ്മദ് ഗോജ്രി എന്ന ഭീകരന്റെ വീട് കൂടി തകർത്തു. അതിർത്തിയിൽ പാക് പ്രകോപനം തുടരുകയാണ്. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോൾ ചെയ്യുന്നുണ്ട്. ആന്റണി, കശ്മീരിൽ ഭീകരർക്കെതിരായ നടപടി തുടരുകയാണ്. എത്ര വീടുകളാണ് ഇതുവരെ തകർത്തിട്ടുള്ളത്? പുതിയ വിവരങ്ങൾ. തീർച്ചയായും കശ്മീരിൽ ഭീകരർക്കുള്ള തിരിച്ചടി തുടരുകയാണ്. വീടുകൾ തകർക്കുന്നത് സൈന്യവും അതുപോലെ തന്നെ ഭരണകൂടവും തുടരുകയാണ്. ഇന്ന് ഏതാണ്ട് 11 വീടുകളാണ് ഇതുവരെ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമായി സൈന്യവും അതുപോലെ തന്നെ പ്രാദേശിക ഭരണകൂടവും ചേർന്ന് തകർത്തിട്ടുള്ളത്. ഇന്ന് മാത്രം ഏതാണ്ട് 4 വീടുകൾക്ക് മുകളിൽ സൈന്യം തകർത്തിട്ടുണ്ട്. പുൽവാമ, ബന്ദിപ്പോറ, അതുപോലെ തന്നെ ഷോപ്പിയാൻ, അതുപോലെ തന്നെ ത്രാൾ എന്നീ മേഖലകളിലാണ് ഈ ഭീകരരുടെ വീടുകൾ സൈന്യം തകർത്തിട്ടുള്ളത്. അവിടെ വ്യാപകമായി തന്നെ അത് നടക്കുന്നുണ്ട്. ഇനിയും ഈ നടപടി സൈന്യം തുടരുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഈ നടപടി ശക്തമായി ഇന്ത്യൻ സൈന്യം തുടങ്ങിയത്. ഇങ്ങനെ ഈ ഭീകരാക്രമണവുമായി ബന്ധമുള്ള ലഷ്കർ തോയ്ബ കമാൻഡർ അടക്കമുള്ളവരുടെ വീടുകൾ കഴിഞ്ഞ ദിവസം തകർത്തിരുന്നു. അങ്ങനെ ആ നടപടി ശക്തമായി തന്നെ തുടരുകയാണ് ഇപ്പോഴും. ഏതായാലും ആ പഹൽഗാം ഭീകരാക്രമണം NIA ഏറ്റെടുത്തിട്ടുണ്ട്. അതിന്റെ രേഖകളെല്ലാം കാശ്മീർ പോലീസിൽ നിന്ന് അവർ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ അന്വേഷണം ഒരു വഴിയിൽ പോകുമ്പോൾ ഭീകരർക്ക് വേണ്ടിയുള്ള വേട്ട ശക്തമായി തന്നെ തുടരുകയാണ് സൈന്യം എന്ന് തന്നെ പറയാൻ കഴിയും. ഈ ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും തിരിച്ചടി തുടരുന്നതിനിടെയാണ് പാക് പ്രകോപനം ഉണ്ടാകുന്നത്. പാകിസ്ഥാൻ പലയിടങ്ങളിലും അതിർത്തി മേഖലയിൽ ശക്തമായി ഈ വെടിനിർത്തൽ ലംഘിക്കുന്നുണ്ട്. ഏതായാലും ശക്തമായ തിരിച്ചടി ഇന്ത്യയും അവിടെ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ഗുലാം റസൂൽ എന്ന സാമൂഹ്യ പ്രവർത്തകനെ ഭീകരർ വെടിവെച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നലെ രാത്രിയാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. ഇന്നലെ രാത്രി അദ്ദേഹത്തിന്റെ കാന്തി ഖസീമിലെ വീട്ടിലെത്തിയാണ് അദ്ദേഹത്തെ വെടിവെച്ച് കൊലപ്പെടുത്തുന്നത്. അദ്ദേഹം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ള കാര്യം വ്യക്തമല്ല. ഏതായാലും ഭീകരർക്കായുള്ള വേട്ട ഒരു വർഷത്ത് തുടങ്ങുമ്പോൾ ഒരു ജീവൻ കൂടി ഇന്നും പൊലിഞ്ഞിരിക്കുകയാണ് അവിടെ. ശരി. ഇന്ത്യക്കെതിരെ വീണ്ടും ആണവായുധ ഭീഷണിയുമായി പാകിസ്ഥാന് 130 മിസൈലുകൾ ഉണ്ടെന്ന് ഓർക്കണമെന്ന് പാക് റെയിൽവേ ഹനീഫ് അബ്ബാസി പറഞ്ഞു. പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ പ്രദർശിപ്പിക്കാനുള്ളതല്ല, രാജ്യത്തുടനീളം ആണവായുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. പ്രകോപനമുണ്ടായാൽ ആക്രമിക്കാൻ തയ്യാറാണ്. പാകിസ്ഥാനുള്ള വെള്ളം തടഞ്ഞാൽ യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളൂ എന്നും ഹനീഫ് അബ്ബാസി പറഞ്ഞു.